അങ്ങനെ 1973 ആയപ്പോഴത്തേക്കും ഞാൻ ഫൈനൽ ഇയർ എക്സാം എഴുതി. വൈവ കഴിഞ്ഞിട്ടില്ല, റിട്ടേൺ എക്സാമൊക്കെ കഴിഞ്ഞു. ഞാൻ വീട്ടിൽ പോയി സുഖമായിട്ട് കുറച്ച് കാലം. ഇനി ടെൻഷനൊന്നുമില്ല. എംകോമിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷനായിരുന്നു. ലൈബ്രറി വായന, പിന്നെ ടെസ്റ്റ്, അത് ഇത് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതിന് റിലാക്സേഷൻ, പിന്നെ വൈവോസ്യമുണ്ട്, അത് പിന്നെ വരുവുള്ളൂ. അപ്പോൾ റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുന്നു. ഓഫീസ് ഓഫ് ദി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ് എന്ന് പറയുന്ന ഓഫീസിലെ ഓഡിറ്ററായിട്ട് നിങ്ങളെ ജോലിക്ക് എടുത്തിരിക്കുന്നു. ഞാൻ ഏജീസ് ഓഫീസിൻ്റെ ഒരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടെസ്റ്റ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഏജീസ് ഓഫീസിന് മാത്രമാണ്. പക്ഷേ ആ ഏജീസ് ഓഫീസിനല്ല, മാത്രമായിട്ടല്ല, പല ഡിപ്പാർട്ട്മെൻറ്റും കൂടെ, അന്നത്തെ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൂടെ ചേർത്തിട്ട് ആയിരുന്നു. ഡിഫൻസ് അക്കൗണ്ട്സ്, പോസ്റ്റൽ അക്കൗണ്ട്സ്, ഇങ്ങനെ പല എല്ലാ അക്കൗണ്ട്സിനും കൂടെ ചേർത്ത് ഒരു എക്സാമായിരുന്നു. CNDAG നടത്തുന്ന ഒരു എക്സാമായിരുന്നു. അതാണ് എഴുതിയത്. പക്ഷെ നമ്മൾ ഏജീസ് ഓഫീസിലെ പരീക്ഷ എഴുതിയതാണ്. ഏജീസ് ഓഫീസിൽ വെച്ചായിരുന്നു പരീക്ഷയും. അപ്പോൾ ഏജീസ് ഓഫീസിൽ ജോലിക്ക് വന്നാലല്ലേ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം. ഇത് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാത്തൊരു സ്ഥലത്ത് നിന്ന് എങ്ങനെ ജോലിക്ക് വന്നു എന്നൊക്കെയുള്ള ഇവിടെ വന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ ഓഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. ജോയിൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ മാറ്റങ്ങൾക്ക് മുഴുവൻ കാരണം ഞാൻ ആ ഓഫീസിൽ ജോയിൻ ചെയ്തതാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം ആ ഓഫീസ് പുതുതായിട്ട് തുടങ്ങിയ ഒരു ഓഫീസാണ്. അതായത് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഓഫീസുകളുടെ ഓഡിറ്റിംഗ്, കേരള സർക്കിളിൻ്റെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫുകളുടെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിൻ്റെ ഓഡിറ്റിൻ്റെ ഓഫീസ് അതുവരെ മദ്രാസ് ആയിരുന്നു. അതായത് അന്നത്തെ മദ്രാസ് സ്റ്റേറ്റ്, ഇന്നത്തെ തമിഴ്നാട് സ്റ്റേറ്റ്. മദ്രാസ് സ്റ്റേറ്റിനും കേരളത്തിനും കൂടെ ഒറ്റ ഓഡിറ്റ് ഓഫീസായിരുന്നു, അത് മദ്രാസിലായിരുന്നു. പിന്നീട് ഈ കേരളത്തിന് മാത്രമായിട്ട് ഒരു ഓഡിറ്റ് ഓഫീസ് വേണമെന്ന് CNDAG തീരുമാനിക്കുന്നു. അങ്ങനെ കേരളത്തിൽ തിരുവനന്തപുരത്തൊരു ഓഫീസ് തുടങ്ങുന്നു, കേരളത്തിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ഓഫീസ് ആയതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു, പുതിയ സ്റ്റാഫിനെയാണ് റിക്രൂട്ട് ചെയ്തത്. ഓഫീസേഴ്സ് മാത്രം പുറത്തുനിന്ന് വന്നു. അങ്ങനെ 450ഓളം പേര് പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തു. വളരെ കുറച്ച് പേര് ട്രാൻസ്ഫറായിട്ടൊക്കെ, മലയാളികൾ വെളിയിലൊക്കെ ഉണ്ടായിരുന്നവർ ട്രാൻസ്ഫറായിട്ട് വന്നിട്ടുണ്ട്. ഓഫീസേഴ്സ് മുഴുവൻ വേറെ ഭാഷക്കാരാണ്, കൂടുതലും തമിഴന്മാരാണ്. അവർ ട്രാൻസ്ഫറായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തതാണ്. അങ്ങനെ റിക്രൂട്ട് ചെയ്ത കൂട്ടത്തിലാണ് ഞാനും ആ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ മാറ്റങ്ങൾക്കും കാരണം ആ ഓഫീസിൽ ജോയിൻ ചെയ്തതാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. കാരണം ആ ഓഫീസിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ അത് ശരിക്കും നമ്മൾ ആ ഓഫീസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ഓഫീസ് വിട്ട് പോകുമ്പോൾ കോളേജ് വിട്ട് പോകുന്ന പോലെ പോകുള്ളൂ. കാരണം ഇത്രയും ചെറുപ്പക്കാരല്ലേ, 20-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള ചെറുപ്പക്കാരാണ് മുഴുവൻ പേരും. അങ്ങനെയുള്ളവർ 400 പേരിലധികം ആളുകൾ. അത് വിട്ട് പോകുമ്പോൾ, ഓഫീസ് വിട്ട് പോകുമ്പോൾ ശരിക്കും കോളേജ് വിട്ട് പോകുന്ന പോലെ തോന്നുള്ളൂ. അത്ര എല്ലാം ചെറുപ്പക്കാരാണ്. ഓഫീസേഴ്സ് മാത്രമല്ലേ ഉള്ളൂ പ്രായമുള്ളവർ. ആ ഓഫീസിൽ അന്ന് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ റിക്രിയേഷൻ ക്ലബിൻ്റെ സെക്രട്ടറി കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളായിരുന്നു. കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ പിന്നീട് വളരെ പ്രസിദ്ധനായ കവിയായിട്ട് മാറി, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായിട്ട് മാറി, ജനകീയനായിട്ടുള്ള കവിയായിട്ട് മാറി, പാവപ്പെട്ടവരുടെ കവിയായിട്ട് മാറി. അന്ന് അദ്ദേഹം അത്രയും പ്രശസ്തി ഇല്ലായിരുന്നു. അദ്ദേഹം മദ്രാസ് ഓഡിറ്റ് ഓഫീസിലായിരുന്നു ആദ്യം. തിരുവനന്തപുരത്ത് ഓഡിറ്റ് ഓഫീസ് തുടങ്ങിയപ്പോൾ ഈ ഓഫീസേഴ്സ് പുള്ളി അവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു. അങ്ങനെ അന്ന് പുള്ളി ആയിരുന്നു ഞങ്ങളുടെ റിക്രിയേഷൻ ക്ലബിൻ്റെ സെക്രട്ടറി ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു നാടകത്തിൻ്റെ റീഹേഴ്സൽ നടക്കുന്നു. ആനുവൽ ഡേ സെലിബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് ആ ഒരു നാടകത്തിൻ്റെ റീഹേഴ്സൽ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് വൈകിട്ട് പരിപാടിയൊന്നുമില്ല, അന്ന് ബാച്ചിലറാണല്ലോ. വൈകുന്നേരം റൂമിൽ പോയിരിക്കുന്നതിനേക്കാളും ഈ റിഹേഴ്സൽ കാണാമെന്ന് പറഞ്ഞാൽ അവിടെ പോയിരിക്കും. അവിടെ പോയിരുന്ന് റിഹേഴ്സലൊക്കെ എല്ലാ ദിവസവും റിഹേഴ്സൽ കാണാൻ പോകും, അവിടെ പോയിരിക്കും. വൈകുന്നേരം കുറച്ച് സമയം പോയി കിട്ടുമല്ലോ.
അവിടെ പോയിരുന്നു. ഒരു ദിവസം ആ അവിടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാൾ തൃശ്ശൂർക്കാരനാണ്. അയാളുടെ വീട്ടിലാർക്കും അസുഖമാണെന്ന് പറഞ്ഞിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ വൈകിട്ട് റിഹേഴ്സൽ തുടങ്ങിയപ്പോൾ പുള്ളിയില്ല, പുള്ളി വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ പോയിരിക്കുന്ന ആളായതുകൊണ്ട് അന്ന് കടമ്പനിട്ട രാമകൃഷ്ണനായിരുന്നു അതിൻ്റെ സംവിധായകൻ. അപ്പോൾ അദ്ദേഹം നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇങ്ങനെ കുന്തം പോലെ ഇരിക്കുകയല്ലേ, ഒരു കാര്യം ചെയ്യ്, ഇന്ന് അയാളുടെ പോർഷൻ നിങ്ങളൊന്ന് റിഹേഴ്സൽ ചെയ്ത്. അതായത് അപ്പോൾ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ഒരു നാടകത്തിൻ്റെ റിഹേഴ്സലാണ്, രക്ഷാപുരുഷൻ എന്ന് പറയുന്ന നാടകത്തിൻ്റെ റിഹേഴ്സലാണ് അവിടെ നടന്നത്, ജി ശങ്കരപ്പിള്ള സാറിൻ്റെ. അത് ഞാൻ അതിനു മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരി ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ നിന്നു. അയാൾക്ക് പകരമായിട്ട് ഡമ്മിയായിട്ട് നിന്നു. റിഹേഴ്സൽ അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ഡമ്മിയായിട്ട് നിൽക്കുകയായിരുന്നു, ഡൂപ്പായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇയാൾക്ക് വരാൻ പറ്റില്ല. ഇതിൻ്റെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആൾ തൃശ്ശൂർ പോയ അയാൾക്ക് വരാൻ പറ്റില്ല. പുള്ളിയുടെ ഏറ്റവും അടുത്ത അമ്മയും അച്ഛനാരുമാണ്, മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ നിങ്ങളേതായാലും റിഹേഴ്സൽ ചെയ്തില്ല, നിങ്ങളതിനെ ചെയ്യുന്ന കിടമ്പനിട്ട പറയുന്നു. അങ്ങനെ ഞാൻ ആ നാടകത്തിൽ രക്ഷാപുരുഷൻ എന്ന് പറയുന്ന നാടകത്തിൽ അഭിനയിച്ച് തുടങ്ങുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ മാറ്റങ്ങൾക്കും കാരണം ആ നാടകത്തിലേക്കുള്ള എൻട്രിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നാടകത്തിലേക്ക് ഞാൻ പ്രവേശിച്ചതാണ് പിന്നീടുള്ള എൻ്റെ എല്ലാ മാറ്റങ്ങൾക്കും കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷമുള്ള ഞങ്ങളുടെ ഓഫീസിലുള്ള എല്ലാ നാടകങ്ങൾക്കും ഞാനുണ്ടായിരുന്നു. ഞങ്ങളുടെ നാടകങ്ങളെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നാടകക്കാരെല്ലാം വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു നാടക സംഘമായിരുന്നു. ഞങ്ങളുടെ നാടകം ഉണ്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രഗത്ഭരായ നാടകക്കാരെല്ലാം നാടകം കാണാൻ വരുമായിരുന്നു. അത് ഞങ്ങൾക്ക് നാടകത്തിനൊരു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതാണ്. എല്ലാവരും സ്ട്രെയിറ്റ് ഫ്രം കോളേജായിരുന്നു. എല്ലാം ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക്കലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ. ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനത്തെ. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അതായിരുന്നു എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് നാടകങ്ങൾ ചെയ്തു. കടമ്പനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന അതിനിടയ്ക്ക് അദ്ദേഹവും കൂടുതൽ പ്രശസ്തനായി, കവിയായി കൂടുതൽ പ്രശസ്തനായി. കേരളത്തിലെ മിക്കവാറും എല്ലാ സാഹിത്യകാരന്മാരും കലാകാരന്മാരും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ടേ പോളൂ. ഞങ്ങളെ കാണാനല്ല, കടമ്പനിട്ട രാമകൃഷ്ണനെ കാണാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓഫീസിൻ്റെ നാടകം എവിടെയെങ്കിലും അവതരിപ്പിക്കുന്നു എന്ന് അറിഞ്ഞാൽ അത് കാണാൻ ഒരുപാട് പേര് വരുമായിരുന്നു. അത് കാണണമെന്ന് ആഗ്രഹത്തോടു കൂടി തന്നെ ഒരുപാട് പേര് വരുമായിരുന്നു. അതിന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശരിക്കും നാടകത്തിലോട്ട് അങ്ങ് വീഴുകയായിരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, നാടകത്തിൽ അഭിനയിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് പോയത്. ഞാൻ റിഹേഴ്സൽ കാണാൻ പോയിരുന്നു, അതൊരു പകരക്കാരനായി കയറി. പിന്നെ റിക്രിയേഷൻ ക്ലബിൻ്റെ ഒരു ഭാഗമായി എല്ലാ നാടകങ്ങളിലും പങ്കെടുത്തു. അപ്പോൾ പിന്നീട് ഒരു വിക്രമൻ നായർ ട്രോഫി എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ നടത്തുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. നാടക മത്സരത്തിന് നടത്തുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. ഈ വിക്രമൻ നായർ ട്രോഫി എന്നാണ് അതിൻ്റെ പേര്. പി കെ വിക്രമൻ നായർ പറയുന്ന വലിയ പ്രഗത്ഭനായ ഒരു നടനുണ്ടായിരുന്നു. അത് PWD എഞ്ചിനീയറായിരുന്നു, പ്രഗത്ഭനായ നടനായിരുന്നു. പി കെ വേണുകുട്ടൻ നായർ എന്ന് പറയുന്ന ആളുടെ ചേട്ടനായിരുന്നു. അപ്പോൾ പി കെ വിക്രമൻ നായരുടെ മെമ്മോറിയലായിട്ട് ഒരു ട്രോഫി, പി കെ വിക്രമൻ നായർ ട്രോഫി നാടക മത്സരം എന്ന് പറയുന്ന പേരിൽ നാടക മത്സരം തുടങ്ങി. ആ നാടക മത്സരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ റിക്രിയേഷൻ ക്ലബ്ബ് ഒരു നാടകം വേണമായിരുന്നു. ഞങ്ങളുടെ നാടകങ്ങളെല്ലാം കാണാൻ വരുന്ന ഒരാളായിരുന്നു നരേന്ദ്രപ്രസാദ് എന്ന ആർട്സ് കോളേജിലെ അധ്യാപകനായിരുന്നു. കടമ്പനിട്ട രാമകൃഷ്ണൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഞങ്ങളുടെ ഓഫീസിൽ വരുമായിരുന്നു. നമ്മളൊക്കെല്ലാം അവരെ കാണാൻ, OV വിജയനടക്കമുള്ള എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അവരെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. അവരുമായിട്ട് സഹവസിക്കാനും സഹവർത്തിക്കാനുമുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രപ്രസാദും അങ്ങനെ വന്ന ആളായിരുന്നു. അപ്പം അദ്ദേഹം അന്ന് നിരൂപണം മാത്രം എഴുതുന്ന ആളായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഒരു പുസ്തകം മറ്റും എഴുതിയിട്ടുണ്ട്, അലഞ്ഞവർ അന്വേഷിച്ചവർ എന്നോ എന്നായിരുന്നു അതിൻ്റെ പേര്. അത് നോവലായിരുന്നു. പിന്നീട് അദ്ദേഹം അത് ഡിസോൺ ചെയ്തു. അത് പബ്ലിഷ് ചെയ്ത നോവലാണ്, പക്ഷേ പുള്ളി എൻ്റേതല്ല എന്ന് പ്രഖ്യാപിച്ചു.
അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നീട്, അത്രയേ ഉള്ളൂ. അതേസമയം ക്രിട്ടിക് എന്നുള്ള നിലയ്ക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആളായിരുന്നു നരേന്ദ്രപ്രസാദ്. മലയാള നാടെന്ന് പറയുന്ന അന്നത്തെ വീക്കിലിയിൽ കൃത്യമായ എല്ലാ ആഴ്ചയിലും വരുന്ന ഈ സാഹിത്യ വിമർശനങ്ങളുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ എഴുതിയിരുന്നത് നരേന്ദ്രപ്രസാദ് എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ 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 കടുകട്ടിയായ വിമർശനമായിരുന്നു. അദ്ദേഹത്തിന് അതിനിശ്ചിതമായി വിമർശിക്കുകയും വളരെ സന്തോഷപൂർവ്വം കൈകൊടുത്ത് അഭിനന്ദിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. നല്ലതിനെ അഭിനന്ദിക്കുകയും ചീത്തയെ എതിർക്കുകയും ചെയ്യുന്ന ആളായിരുന്നു നരേന്ദ്രപ്രസാദ്. അപ്പോൾ ഒരു നാടകം എഴുതണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ഞങ്ങൾ നരേന്ദ്രപ്രസാദിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാണ്? ഞാൻ നാടകമൊന്നും എഴുതുന്ന ആളല്ലല്ലോ, ഞാൻ നിരൂപകനാണ്, എൻ്റെ ഫീൽഡ് വേറെയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഫീൽഡ് അത്ര സ്വാതന്ത്ര്യം ഉണ്ടാകും. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ അവിടെ വരും, ക്ലബ്ബിൽ വരും, കടമ്പനിട്ടേ കാണാൻ വരും, ഞങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് അന്ന് 10-ാം തീയതി 10-ാം തീയതിക്കകത്ത് നാടകം കൊടുക്കണം. ആ 10-ാം തീയതിക്ക് 9-ാം തീയതി നാടകം ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം, ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിപ്പോയി. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന MK ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വേറൊരു ആക്ടറാണ്. പുള്ളി നാടക നടനും സംവിധായകനും ഒക്കെയാണ്, ഞങ്ങളുടെ ഓഫീസിൽ തന്നെയുള്ള. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു. ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നാടകക്കാരൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ടോ അദ്ദേഹം നാടകം എഴുതി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒരു ദിവസം നമ്മുടെ അലിയാർ സാർ, അവർ രണ്ടുപേരും ഒരു കോളേജിലായിരുന്നു, അന്ന് ആർട്സ് കോളേജിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. അലിയാർ സാറ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലും നരേന്ദ്രപ്രസാദ് സാറ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലും. ഈ അലിയാർ സാറ് ഞങ്ങളുടെ റിക്രിയേഷൻ ക്ലബ്ബിലോട്ട് വന്നു. ഒരു നാടകം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നെയും ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ അവിടെ പോയ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നരേന്ദ്രപ്രസാദ് എഴുതിയ നാടകമാണ്, പക്ഷേ നരേന്ദ്രപ്രസാദ് എഴുതിയ നാടകമാണെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നല്ല നാടകമാണെങ്കിൽ നരേന്ദ്രപ്രസാദ് എഴുതിയാണെന്ന് പറയാം, അല്ല നിങ്ങളിത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നരേന്ദ്രപ്രസാദിൻ്റെ നാടകം റിജക്റ്റ് ചെയ്തു എന്ന് പറയരുത് ദയവേത് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു വൈകുന്നേരം കൂടുന്ന ഒരു വിദ്വൽ സദസ്സുണ്ട്. ഇതുപോലുള്ള നാടകങ്ങളും പുതിയതായിട്ട് വരുന്ന സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ നടത്തുന്ന അതൊരു പണ്ഡിത സദസ്സ് എന്ന് പറയാം. റിക്രിയേഷൻ ക്ലബിന് കൂടിയിരുന്ന് നാടകം വായിച്ചു. നാടകം ഇന്നാരെഴുതിയതാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടുത്തെ ഈ വിദ്വൽ സദസ്സിൽ ഈ നാടകം അവതരിപ്പിച്ചപ്പോൾ അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 3 പ്രഭുക്കന്മാർ എന്നാണ് നാടകത്തിൻ്റെ പേര്. ഈ നാടകം കൊള്ളാം, ഇതാരെഴുതിയതാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് അനൗൺസ് ചെയ്യുന്നത് നരേന്ദ്രപ്രസാദ് എഴുതിയ നാടകമാണ്. അല്ല, നരേന്ദ്രപ്രസാദ് നാടകം എഴുതുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി എഴുതി തന്ന നാടകമാണെന്ന്. അങ്ങനെ ആദ്യമായിട്ട് 3 പ്രഭുക്കന്മാർ എന്ന് പറയുന്ന നാടകമാണ് നരേന്ദ്രപ്രസാദ് എഴുതുന്നത്. അത് ഞങ്ങൾ അവതരിപ്പിച്ചു. ആ കൊല്ലത്തെ എല്ലാ ട്രോഫികളും ഞങ്ങൾക്ക് കിട്ടി. വിക്രമനായർ ട്രോഫിയുടെ എല്ലാ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് പ്ലേ, ബെസ്റ്റ് സ്ക്രിപ്റ്റ് എല്ലാം ഈ 3 പ്രഭുക്കന്മാർ എന്ന് പറയുന്ന നാടകത്തിനായിരുന്നു അവതരിപ്പിച്ചത്. ഞങ്ങളുടെ പോസ്റ്റൽ ഓഡിറ്റ് റിക്രിയേഷൻ ക്ലബ്ബായിരുന്നു. അതൊരു യുഗത്തിൻ്റെ തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ നാടകത്തിന് സീരിയസ് ആയിട്ട് എടുത്തത്. അതിനുശേഷം പുള്ളി എഴുതിയ നാടകമാണ് മാർത്താണ്ഡവർമ്മ എങ്ങനെ രക്ഷപ്പെട്ടു. അതൊരു ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നെടുത്ത ഒരു കഥയാണ്. മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ വേണ്ടി 8 വീട്ടു പിള്ളമാർ ശ്രമിക്കുന്നതും മാർത്താണ്ഡവർമ്മ അവരിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതും ആ കഥയാണ്. അതിൻ്റെ നാടകാവിഷ്കാരമാണ്. അതിലെ പ്രധാന വേഷം ഞാൻ കൈകാര്യം ചെയ്തത് ഞാനാണ്. അതിൽ ദൈവമാണ്. മാർത്താണ്ഡവർമ്മയും ദൈവവും തമ്മിലുള്ള
കോൺവെർസേഷനും കോൺഫ്രണ്ടേഷനുമാണ്. അതിൽ ദൈവമായിട്ട് ഞാനും മാർത്താണ്ഡവർമ്മയായിട്ടും ഈ നേരത്തെ പറഞ്ഞ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുമായിരുന്നു. ആ നാടകം ആണ് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവുണ്ടാക്കിയ നാടകം. ഞാൻ ആദ്യമായിട്ട് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന നാടകം അതായിരുന്നു. ശരിക്കും മാർത്താണ്ഡവർമ്മ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള നാടകത്തിൽ സെൻട്രൽ ക്യാരക്ടർ ദൈവം എന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു. ആ ദൈവമായിട്ട് അഭിനയിച്ചാണ് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റൽ അക്കൗണ്ട്സ് റിക്രേഷൻ ആ നാടകം പിന്നെ അവതരിപ്പിച്ചു. ഭയങ്കര അപ്രിസിയേഷനായി ഒരുപാട് പേര് കാണാൻ വന്നത്. നമ്മുടെ ഈ കടമ്പരട്ട് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഞങ്ങളുടെ റിക്രേഷൻ ക്ലബ്ബിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വരും. കാരണം അവിടെ എന്തെങ്കിലും പ്രത്യേകത കാണുമെന്നറിയാം. അങ്ങനെ നാടകം കണ്ടു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്കൊരു നാടക സംഘം ഓഫീസിന് പുറത്തുണ്ടാക്കണം. ഓഫീസിലൊക്കെ ആകുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒന്നാമത് ഓഫീസിൻ്റെ പരിസരത്ത് വേറെ ആൾക്കാർ കയറാൻ പ്രത്യേക പെർമിഷൻ വേണം. ഓഫീസിൽ വെച്ച് റിഹേഴ്സൽ ചെയ്യുമ്പോഴേക്കും അതിന് വേറെ ആൾക്കാർ വരുമ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ അഭിനയിക്കാൻ പാടില്ല. പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ നേരത്തെ പെർമിഷൻ വാങ്ങിക്കണം. പിന്നെ അതിൻ്റേതായ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസുണ്ട്, ലീഗൽ ഇഷ്യൂസുണ്ട്, പ്രൊസീജിയറൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു നാടക സംഘം പുറത്തുണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് നമ്മളൊരിതുണ്ടാക്കി. അങ്ങനെയാണ് നരേന്ദ്രപ്രസാദിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം കൂടി നാട്യഗൃഹം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. അതിൻ്റെ തുടക്കത്തിൽ നരേന്ദ്രപ്രസാദ്, അരിയാർ സാറ്, ഞാൻ, ഗോപാലകൃഷ്ണൻ, പിന്നെ ഞങ്ങളുടെ ഓഫീസിലുള്ള 1-2 പേര്, ഇത്രയും പേര് കൂടി ചേർന്ന് നാട്യഗൃഹം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. നാട്യഗൃഹം എന്ന് പറയുന്ന സംഘടന പിന്നീട് തിരുവനന്തപുരം നാടകവേദിയിൽ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അത് എല്ലാ നാടക മത്സരങ്ങളിലും നാട്യഗൃഹം പങ്കെടുക്കുന്ന മത്സരങ്ങളെല്ലാം നാട്യഗൃഹത്തിനായിരിക്കും അവാർഡ്. നാട്യഗൃഹം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ നമ്മളിനി പങ്കെടുത്തിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അത്രയ്ക്ക് നല്ല സംഘമായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം നരേന്ദ്രപ്രസാദ് എന്ന മനുഷ്യനാണ്. നമ്മളെ ഒരു കഴിവുകൊണ്ടല്ല അത്. നരേന്ദ്രപ്രസാദ് എന്ന് പറയുന്ന ആളുടെ എഴുത്തിൻ്റെ ഒരു ശക്തി ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര, അന്ന് ഒരിക്കലും നടനായിരുന്നില്ല നരേന്ദ്രപ്രസാദ്. നാടകകൃത്തും നാടക സംവിധായകനും. എഴുതുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ വ്യത്യാസമാണ്. അതിൻ്റെ കൂടെ ഈ അവതരണത്തിൽ അന്ന് വരെ ഇല്ലാത്ത നൂതനതകൾ കൊണ്ടുവന്ന ആളാണ് നരേന്ദ്രപ്രസാദ്. കോറസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് വിദേശ നാടകങ്ങളിലുണ്ടായിരുന്ന കാര്യങ്ങൾ മലയാള നാടകത്തിലേക്ക് കൊണ്ടുവന്നതിൽ പ്രമുഖനും പ്രധാനിയുമായിട്ടുള്ള ആളായിരുന്നു നരേന്ദ്രപ്രസാദ് എന്ന് പറയുന്ന നാടകകൃത്ത് സംവിധായകൻ. അദ്ദേഹം പിന്നീട് സിനിമയിൽ പോയി. ഞാൻ പിന്നീട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരുമുള്ള വേദിയിൽ ഞാൻ പറഞ്ഞു, ഈ ഇരിക്കുന്ന മനുഷ്യൻ നരേന്ദ്രപ്രസാദ് എന്ന് പറയുന്ന ആൾ വെറും നാടകക്കാരനായിട്ട് ഒതുങ്ങേണ്ട വെറും സിനിമാക്കാരനായിട്ട് ഒതുങ്ങേണ്ട ആളല്ല. അദ്ദേഹം ലോകം അറിയുന്ന ഒരു നാടകക്കാരൻ ആവേണ്ട ആളാണ്. മിസ്റ്റർ പ്രസാദ് ഫ്രം ഇന്ത്യ എന്നറിയപ്പെടേണ്ട ആളാണ്. പക്ഷേ മലയാളത്തിലെ ഒരു വില്ലൻ നടനായിട്ട് മാത്രം മാറിപ്പോയി. അത് അദ്ദേഹത്തിന് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടായിരിക്കാം. നാടകം എന്ന് പറയുന്ന കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഇടവേള. ഞങ്ങളെല്ലാം കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയാണ് നാടകം കളിച്ചിരുന്നത്. എല്ലാവർക്കും ജോലി ഉണ്ടായിരുന്നുകൊണ്ട് അതൊരു പ്രശ്നമായിരുന്നില്ല. മാസം ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു പോർഷൻ നാടകത്തിന് വേണ്ടി ചിലവാക്കുമായിരുന്നു. അദ്ദേഹം അടക്കം. എൻ്റെ ഒരു മോതിരം ഊരി പണയം വെച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചെടുക്കാൻ പറ്റിയത്. നാടകത്തിന് വേണ്ടി ചിലവാക്കിയാണ്. അദ്ദേഹത്തിൻ്റെ നരേന്ദ്രപ്രസാദിൻ്റെ ഭാര്യയുടെ മിക്കവാറും എല്ലാം പണയം വെച്ചിട്ടാണ് പിന്നെ നമ്മുടെയൊക്കെ വാങ്ങുന്നത്. അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രൂപ്പായിരുന്നു നാട്യഗൃഹം എന്ന് പറയുന്ന ട്രൂപ്പ്. അപ്പോൾ നരേന്ദ്രപ്രസാദ് എന്ന് പറയുന്ന ആൾ വെറും ഒരു സിനിമാക്കാരനാവേണ്ട ആളല്ല. മിസ്റ്റർ പ്രസാദ് ഫ്രം ഇന്ത്യ എന്നറിയപ്പെടേണ്ട ആളാണ് എന്ന് ഞാൻ അന്ന് ആ വേദിയിൽ വെച്ച് പറഞ്ഞു. അദ്ദേഹം അതിനൊരു പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഗോകുമാറേ, എം ആർ എ എന്നാണ് വിളിക്കുന്നത്, എം ആർ എ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ അന്നൊന്നും ഇല്ലാത്ത പല സൗകര്യങ്ങളും ഞാനിന്ന് അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അതായിരിക്കും അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിവാഹമൊക്കെ വളരെ ഗംഭീരമായിട്ട് നടത്താൻ പറ്റി. അതൊക്കെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങളിപ്പോഴും പറയുന്നത് അദ്ദേഹം മിസ്റ്റർ പ്രസാദ് ഫ്രം ഇന്ത്യ എന്നറിയപ്പെടേണ്ട ആളാണ്.
ഒരു മലയാളത്തിലെ 4-ാം കിട വില്ലനായിട്ട് അഭിനയിക്കേണ്ട ആളല്ലായിരുന്നു അദ്ദേഹം. അങ്ങനെ നാട്യഗ്രഹം ഒരു അറിയപ്പെടുന്ന ഒരു നാടക സംഘമായി. പലർക്കും അതൊരു പേടി സ്വപ്നമായി. നാട്യഗ്രഹം എന്ന് പറയുന്നത് നാടക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മറ്റ് സംഘങ്ങൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു. നരേന്ദ്രപ്രസാദിൻ്റെ 3 പ്രഭുക്കന്മാർ എന്ന് പറയുന്ന നാടകം, അതിലെ ഒരു പ്രഭുവായിട്ട് ഞാനാണ്. അത് ഈ സ്റ്റൈലൈസ്ഡ് പ്ലേ ആണ്. അതായത് ശങ്കരപ്പിള്ള സാറ് കൊണ്ടുവന്ന കളരി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. നാടകത്തിലെ ഫിസിക്കൽ എക്സർസൈസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നാടകത്തിന് വേണ്ടി ഉപയോഗിക്കുക. ശരീരം, മുഖം, വായ മാത്രമല്ല, മുഖം മാത്രമല്ല, കണ്ണും കാതും കൈയും കാലും എല്ലാം നാടകത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ എങ്കിലേ മനസ്സ് നാടകത്തിൻ്റെ ഭാഗമാവുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം നാടകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നാടക കളരി പ്രസ്ഥാനമൊക്കെ തുടങ്ങി. അങ്ങനെ ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകക്കളരി പ്രസ്ഥാനം ഗംഭീരമായിട്ട് നടക്കുന്ന കാലത്താണ് നരേന്ദ്രപ്രസാദിൻ്റെ എൻട്രി, നാടകത്തിലേക്കുള്ള എൻട്രി. അപ്പോൾ നരേന്ദ്രപ്രസാദിൻ്റെ നാടകമാണ് ഈ 3 പ്രഭുക്കന്മാർ എന്ന് പറയുന്ന നാടകം. അതിൽ ഞാൻ ഒരു പ്രഭുവാണ്. ഞങ്ങൾ കൂത്താട്ടുകുളത്ത് CJ സ്മാരക പ്രഭാഷണവും ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഒരു നാടകം അവതരിപ്പിക്കണം. അതിന് നാട്യഗ്രഹത്തിന് അന്ന് അറിയപ്പെടുന്ന നാടക സംഘമായി മാറി നാട്യഗ്രഹം. അതുകൊണ്ട് തന്നെ നാട്യഗ്രഹത്തിന് ഒരു നാടകം അവതരിപ്പിക്കാൻ അവസരം കൊടുക്കുന്നു. 3 പ്രഭുക്കന്മാരാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ടെമ്പോ ഒക്കെ എടുത്ത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ നിന്നൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചു. ഏതാണ്ട് അവിടെ എത്താറായപ്പോൾ തൊട്ട് എനിക്ക് പ്രശ്നമായി, വയറ് പ്രശ്നമായി. അവിടെ ചെന്ന് കഴിഞ്ഞു, വലിയ വയറ്റിൽ നിന്ന് ഒക്കെ പ്രശ്നമായി, ഛർദ്ദിച്ചു, വയറ്റിൽ നിന്ന് പോകാൻ തുടങ്ങി. 2-3 പ്രാവശ്യം വയറിളകി പോയി, ഛർദ്ദിച്ചു. എനിക്ക് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയായി. 7 മണിക്ക് 7:30 മണിയാകുമ്പോൾ 7 മണിക്ക് ഫംഗ്ഷനുണ്ട്. അത് കഴിഞ്ഞ് 7:30 മണിയാകുമ്പോൾ നാടകം തുടങ്ങണം. ഞാനവിടെ കിടക്കുകയാണ്. എനിക്ക് 7 മണിക്ക് നാടകം തുടങ്ങേണ്ടതാണ്. ബാക്കിയുള്ളവരൊക്കെ മേക്കപ്പ് ചെയ്തു. ഞാൻ കിടക്കുകയാണ്. എനിക്ക് എഴുന്നേറ്റിരിക്കുമ്പോഴത്തേക്കും തല കറങ്ങി താഴെ വീഴും. ഇവരെല്ലാം കൂടി എന്നെ എടുത്ത് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു ക്ലിനിക്ക്, ഒരു ഡോക്ടറുടെ വീടാണ്. അവിടെ കൊണ്ടുപോയപ്പോൾ അവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ 2 പേരും ഡോക്ടേഴ്സാണ്. ഹസ്ബൻഡ് ഈ നാടകം കാണാൻ വേണ്ടി ഓഡിറ്റോറിയത്തിൽ പോയിരിക്കുകയാണ്. അവർ വൈഫ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ പാപ്പ ഇങ്ങനെ പറഞ്ഞു, ഈ നാടകം കളിക്കാൻ വന്നതാണ്, തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. അയ്യോ, ഇവിടെ നിന്ന് സാറ് പോയിട്ടുണ്ട് അങ്ങോട്ട്, ഡോക്ടർ പോയിട്ടുണ്ട് അങ്ങോട്ട്. അങ്ങനെ അയ്യോ, ആ നാടകം കളിക്കേണ്ട ആളാണിത്. അങ്ങനെ അവിടെ വെച്ച് അവരെന്തോ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ തന്നു. ഇഞ്ചക്ഷൻ തന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ കംപ്ലീറ്റ് ക്ഷീണവും മാറി. എന്താണെന്നറിയില്ല, എനിക്ക് എങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ പോസിബിൾ ആണോ എന്ന് ഞാൻ ആലോചിച്ച് നോക്കി. ഇത്രയും പ്രശ്നമുള്ള ഒരാളിനൊരു ഇഞ്ചക്ഷൻ തരുമ്പോൾ ഇത് മാറുന്ന നടക്കുക. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇത് സംഭവിച്ച കാര്യമാണ്. കൂത്താട്ടുള്ളത് വെച്ച് ഞാൻ തിരിച്ചു വന്ന് മേക്കപ്പ് ചെയ്ത് നേരെ അങ്ങ് സ്റ്റേജിലോട്ട് കയറി. ആ നാടകം ഗംഭീരമാകും. അപ്പം ഞാൻ വരുമ്പോൾ നരേന്ദ്രപ്രസാദ് എൻ്റെ ഭാഗം റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് വരെ അദ്ദേഹം അഭിനയിച്ചിട്ടില്ല, അഭിനയിക്കാൻ അറിഞ്ഞും കൂടാ അദ്ദേഹത്തിന്. അദ്ദേഹം സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നാടകം കളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഭാഗം അത് മുഴുവൻ നാടകം എഴുതിയ ആളാണ്. അപ്പോൾ ഡയലോഗ്സ് മുഴുവൻ അറിയാം. അപ്പോൾ ഈ സ്റ്റൈലൈസ്ഡ് മൂവ്മെൻറ്റ്സ് ഒക്കെയാണ്, ഈ കൈയും കാലും എടുപ്പ് അഭ്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പുള്ളി റിഹേഴ്സൽ ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് പുള്ളി എൻ്റെ പോർഷൻ്റെ ഇതുപോലെയുള്ള എക്സർസൈസ് ഇതൊക്കെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ പുള്ളി റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ തന്നെ എന്നെ കണ്ട ആശ്വാസമായി. അങ്ങനെ ഞാൻ കയറി. അങ്ങനെ നരേന്ദ്രപ്രസാദ് അന്ന് അഭിനയിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. പിന്നീട് ഒരുപാട് അഭിനയിച്ചെങ്കിലും ഇപ്പോഴത്തെ പോലെയല്ല. അന്ന് രാത്രിയിലും മുഹൂർത്തമുള്ള സമയമായിരുന്നു. 75-ലെ കാര്യമാണ് പറയുന്നത്. രാത്രിയിൽ മുഹൂർത്തം, രാത്രിയിൽ കല്യാണം നടക്കുമായിരുന്നു. എൻ്റെ കല്യാണം ശരിക്കും രാത്രിയിലായിരുന്നു വെച്ചിരുന്നത്. 1975 ഒക്ടോബർ 24 രാത്രിയിലാണ്. അപ്പോൾ പോയി പറഞ്ഞു, കല്യാണത്തിന് വരും, ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് ഫാദറിൻ്റെ അടുത്ത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി പറഞ്ഞു.
രാത്രി പോയി ഈ ഇരുട്ട് വാക്കിന് പമ്മി നിന്നിട്ട് ആ സമയമായപ്പോൾ കയറി കല്യാണമൊക്കെ കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് ഈ 50 കിലോമീറ്റർ യാത്ര ചെയ്ത് വീട്ടിൽ പോയിട്ട് വീട്ടിലെത്തിയിട്ടാണ് വൈഫിൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്.